അപ്പോൾ നമ്മൾ ഇനിയും ജീപ്പ് സഫാരി റൈഡിൽ കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത 3500 രൂപയ്ക്കുള്ള ജീപ്പാണ് ഇത്. ഞാനും കുട്ടിയും കയറിയിരുന്നു. നമ്മുടെ യാത്ര തുടങ്ങി. ശകലം പോയപ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റിലോട്ട് കയറുന്നതിന് മുമ്പേ വലത്തെ സൈഡിലായിട്ട് ഒരു ആർച്ച് കണ്ടപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ സമയത്ത് കൊടൈക്കനാലിലോട്ട് ഒരു ഷോർട്ട് കട്ട് എസ്കേപ്പ് റൂട്ടാണെന്ന്. പിന്നെ ഈ ചെക്ക് പോസ്റ്റ് വൈകുന്നേരം 5 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പോൾ ആരെങ്കിലും ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 5 മണിക്കുള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് പോകണം. ഇല്ലെങ്കിൽ നമുക്ക് വട്ടവട തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഡേ തുറക്കുള്ളൂ. രാത്രി വന്യമൃഗങ്ങളെല്ലാം ക്രോസിങ്ങും അവർ അങ്ങനത്തെ ഒരു കൺസേൺ വെച്ചുകൊണ്ടാണ് അത് ക്ലോസ് ചെയ്യും വൈകുന്നേരം 5 മണിയാകുമ്പോൾ. നമ്മൾ വലിയ വലിയ വന്യമൃഗങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ചില സ്കെലറ്റൻസൊക്കെ അദ്ദേഹം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം പറഞ്ഞ് എപ്പോഴും കാണാൻ പറ്റത്തില്ല, നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല, അതുകൊണ്ട് നമ്മളൊന്നും കണ്ടില്ല. വട്ടവട എത്തിയപ്പോഴത്തേക്കും ഒരു വേറൊരു നാട്ടിലെത്തിയ ഒരു ഫീല്. സത്യം പറഞ്ഞാൽ കേരള ആണെന്നൊന്നും തോന്നത്തേയില്ല. തമിഴ്നാട്ടിൽ എത്താൻ തോന്നുന്നു. ഇങ്ങനെ ഡെക്ക് പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ഫോർമാറ്റിൽ ഇങ്ങനെ അടുക്കി അതായത് കൃഷിത്തോട്ടവും വീടും അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിലുള്ള നമ്മൾ ഈ വീഡിയോ കാണുന്ന തൊട്ടല്ല, നമ്മൾ മോളിൽ നിന്ന് ആ വ്യൂ കാണുമ്പോൾ നല്ല മനോഹരമായിരുന്നു. അങ്ങനെ ആദ്യം നമ്മളെ കൊണ്ടുപോയത് ഒരു ഹണി മ്യൂസിയത്തിലോട്ടാണ്. ടിക്കറ്റ് എത്രയെന്ന് അറിഞ്ഞൂടാ, ഡ്രൈവറാണ് ടിക്കറ്റ് എടുത്തത്. അപ്പം നമ്മൾ നേരെ കയറി ഇങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഹണി വ്യൂസ് ഉണ്ട്, ഹണി മെയിൽ ഫീമെയിൽ ഇവരുടെയൊക്കെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് തേൻ ഫോം ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് ക്ലാസ് പോലെ എല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ നെക്സ്റ്റ് പച്ചക്കറി തോട്ടത്തിലോട്ട് പോയി. കുറേ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു. 2 ക്യാരറ്റ് പ്ലക്ക് ചെയ്യാൻ സമ്മതിച്ചു. പിന്നെ അവിടുത്തെ കൃഷി കാര്യങ്ങളൊക്കെ അദ്ദേഹം നമ്മളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ 2-3 ഈ പൂ ഉണ്ടോ, ഇതാണ് ഊട്ടിപ്പൂ. ഇത് പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചായിരുന്നു. അവർ പറഞ്ഞു ഒരാഴ്ച ഇരിക്കും, കഴിവാതിരുന്നാൽ. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്കും നല്ലവണ്ണം പഴകി അളിഞ്ഞു പോയി. എന്ത് ചെയ്യാനാ, ആ പിങ്ക് കളർ പൂവുണ്ടോ, അതാണ് നമ്മളെ ഇൻസെക്റ്റും പെസ്റ്റിസൈഡ്സും വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു ബ്രൊക്കോളിയും മേടിച്ചായിരുന്നു, അതും പൂത്തുപോയി. പിന്നെ നമ്മൾ പോയത് വാട്ടർഫോൾസിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ശബ്ദമൊക്കെ എടുക്കാം. കൊച്ചു ദേഷ്യത്തിലാണ്. ക്യാരറ്റ് ഞാൻ കുറച്ചെടുത്ത് തിന്ന്, റാബിറ്റിൻ്റെ. വാവ്, നല്ല ശബ്ദം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയൊന്നുമില്ല. അവിടെ വേറെ ഫാമിലിയും സ്പേസൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. അവിടുന്ന് നേരെ നമ്മൾ പോയത് സ്ട്രോബെറി ഫാമിലോട്ടായിരുന്നു. വളരെ വലിയൊരു ഫാമായിരുന്നു കേട്ടോ. മധുരമില്ല. അങ്ങനെ സ്ട്രോബെറി എല്ലാം കഴിച്ചു. നമ്മുടെ യാത്ര തീർന്നു. നമ്മളെ തിരിച്ചു കൊണ്ടാക്കി. അങ്ങനെ നമ്മുടെ ജേണി റെസ്യൂം ചെയ്തു. അപ്പോൾ നമ്മൾ കുണ്ടല ഡാമിലോട്ടാണ് അടുത്തത് പോകുന്നത്. അങ്ങനെ ഡാം എത്തി. വളരെ മനോഹരമായ ഡാമായിരുന്നു. വെള്ളമെല്ലാം നിറഞ്ഞായിരുന്നു ഇരുന്നത്. മാട്ടിപ്പറ്റി ഡാം പോലെ അല്ലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനും ബൊമ്മിക്കുട്ടിയും ഒത്തിരി നടക്കുകയും ഒത്തിരി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വിശന്ന് നമ്മളൊരു കുഞ്ഞു കടയിൽ കയറി 2 ബ്രെഡ് ഓംലെറ്റ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നിരുന്നുകൊണ്ടായിരിക്കും. പിന്നെ ഒന്നും നോക്കിയില്ല, 400 രൂപ പേ ചെയ്തു. കയാക്കിങ് 2 പേരുടെ കയാക്കിങ് എടുത്തിട്ട് ഫ്രണ്ടിൽ ബൊമ്മീനെയും ബാക്കിൽ ഞാനും ഇരുന്ന് നമ്മൾ 2 പേരും ഫസ്റ്റ് ടൈം ആയിരുന്നു എക്സ്പീരിയൻസ് ചെയ്തത്. പോണ്ടൊക്കെ ആണെങ്കിൽ പിന്നെയും പേടിക്കണ്ടായിരുന്നു. ഇത് വലിയ ഡാമിലുമാണ്, ചുറ്റും മൊത്തം കാടുമാണ്. പക്ഷേ നമുക്ക് 2 പേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നൈസ്, നല്ല മനോഹരമായ കാഴ്ച. ഒരു വെയിലും ഇല്ല. 1 മണിയാണ്, ഉച്ച 1 മണിയാണ്. നല്ല മേഘം, ചുറ്റും നല്ല മലകൾ, നല്ല രസമുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കുണ്ടല ഡാമിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ കാന്തല്ലൂരിലോട്ടാണ് പോകുന്നത്. ഇനിയും നമ്മളത് മൂന്നാർ ടൗണിൽ കയറിയിട്ട് വേണം പോകാൻ. ഏകദേശം എല്ലാം കൂടെ ഒരു 2.5 മണിക്കൂർ എടുക്കും. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് വേറൊന്നും കഴിച്ചില്ല. ഫ്യൂവലെല്ലാം ഉണ്ട്. നമ്മൾ നേരെ മൂന്നാർ ടൗണിലോട്ട് വെച്ച് പിടിച്ചു. വരുന്ന വഴി നമ്മൾ വേറെ ഒരു സ്ഥലത്തും നിർത്തിയില്ല.
ആ നിർത്തിയത് മൂന്നാർ ടൗൺ കഴിഞ്ഞ് ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഒത്തിരി പശുക്കളും ചെറിയ അരുവികളും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ എനിക്കിഷ്ടപ്പെട്ട വട്ടവട ഡ്രൈവായിരുന്നു. രാവിലെ ആയിരുന്നു, 15 ഡിഗ്രിയൊക്കെ ആയതുകൊണ്ട്. കാന്തല്ലൂർ നല്ല മനോഹരമാണ്. ഒത്തിരി പൂക്കളും മലകളും ഒത്തിരി ഒത്തിരി നല്ല മനോഹരമായ മരങ്ങളുണ്ട് കേട്ടോ. എല്ലാം നല്ല ഹെയർ പിന്നും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ പയ്യെയാണ് പോയത്, സൂക്ഷിച്ചേ പോകാവൂ. പിന്നെ കാന്തല്ലൂർ പോകുന്ന റോഡാണ്, നമുക്ക് അധികം നിർത്താനൊന്നും അധികം സ്പേസ് ഇല്ല കേട്ടോ. വട്ടവട പോകുമ്പോൾ ഒത്തിരി നമുക്ക് ഈ ഒന്ന് ഹോൾട്ട് ചെയ്യാനും കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ കാന്തല്ലൂർ പോകുന്ന റോഡിലൊന്നും പറ്റില്ല. ഇടയ്ക്ക് വെള്ളം വാങ്ങാൻ ഇറങ്ങിയ അമ്മച്ചിയാണത് ടാറ്റയൊക്കെ തന്ന് വിട്ടു. പിന്നെ നമ്മൾ ഫൈനലി കാന്തല്ലൂർ എത്തി. കാന്തല്ലൂർ നമ്മൾ ബുക്ക് ചെയ്തത് കനവ് ലിവിങ് എന്ന് പറഞ്ഞ ഒരു കോട്ടേജ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ കാന്തല്ലൂർ കയറിയപ്പോൾ വട്ടവട പോലെ തന്നെ ഒരു തമിഴ്നാട്ടിൽ കയറിയൊരു ഫീലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ബൊമ്മക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. ഞാനാണെങ്കിൽ ലഗേജ് എല്ലാം എടുത്ത് റിസപ്ഷൻ എവിടെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ താമസ സ്ഥലം, കൂടാരം. ഒരു ട്രീ ഹൗസ് കോട്ടേജ് എന്നാണ് അവരിതിന് പറയുന്നത്. നമ്മൾ 2 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.